ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 4 മണി സ്നാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ചെറുപഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് എങ്ങനെ ഒരു ഈസി ആയിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽക്ക് ആവശ്യത്തിന് ഞാൻ 250 ഗ്രാം ശർക്കര എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മുടെ ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കിനി ചൂടാറാൻ വെക്കാം. ഇതിലേക്ക് ഞാൻ 5 ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തേങ്ങ. ഇതേപോലെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റാക്കി വെച്ച ശർക്കര പാനിയുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം അത് അരിപ്പയിൽ നന്നായി അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയല്ല മൈദപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിയുടെ സ്ഥാനത്ത്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 3 സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ ചോറ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനെ നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാത്രത്തേക്ക് നമുക്ക് പാർന്നു കൊടുക്കാം. ഇതിന് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി വേവിച്ചെടുക്കാം. ഇതേസമയം ഞാനിവിടെ ഇഡ്ലിച്ചെമ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഈ ഇഡ്ഡലി തട്ട് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓരോന്നൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി നല്ല വെന്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ 4 മണി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.